ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മൾ നല്ലൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യുവാണ്. രാവിലെ അശ്വകൊച്ചിന് ബ്രെഡൊക്കെ വെച്ചു കൊടുത്തു, ചായ കുടിച്ചു, അവൻ ഓടി ഡ്യൂട്ടിക്ക് പോയി. അപ്പൊ ഇനിയിപ്പോ നമ്മൾ അത്യാവശ്യ ജോലികളൊക്കെ ഞാൻ ചെയ്തു. കുറച്ച് നേരത്തെ എണീറ്റായിരുന്നേ. നമ്മുടെ ഈ ഫേസ് വാഷ് പൗഡറിന്റെ ഇത് ലേബൽ ഒട്ടിക്കാൻ വേണ്ടി എണീറ്റാണ്. ഇന്നലെ രാത്രി നമ്മൾ ഇവിടെ തന്നെ എല്ലാം റെഡിയാക്കി. നമുക്ക് വലിയ ഗ്രൈൻഡർ ഉണ്ട്, കസ്തൂരി മഞ്ഞളൊക്കെ പൊടിക്കുന്നത്. അപ്പൊ ഇന്നലെ രാത്രിയാണ് എനിക്ക് അശ്വകൊച്ചി ഇതെല്ലാം പൊടിച്ചു തന്നത്. നമ്മൾ ഒത്തിരി ആയുർവേദ മരുന്നുകൾ ചേർത്തിട്ട് റെഡ് റൈസും അതിന്റെ കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഫേസ് വാഷ് പൗഡർ ഉണ്ടാക്കുന്നത്. അടിപൊളിയാണ് കൂട്ടുകാരെ. ഇത് ഞാൻ കാണിച്ചു തരാം എന്തോ ഒരു ആയുർവേദ മരുന്നുകൾ നമ്മൾ ചേർക്കുന്നതെന്ന്. കൂട്ടുകാരെ, ഇത്രയും ആയുർവേദ മരുന്നുകൾ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് വാഷ് പൗഡർ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രമാത്രം നല്ലതാണ്. ഒരു കെമിക്കലും ചേർക്കാതെ ഇത്രയും നല്ല ആയുർവേദ മരുന്നുകൾ ചേർക്കുന്നതുകൊണ്ടാണ് ഇത് ഇത്രയും പ്രയോജനം കിട്ടും. അതായത് നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ മാറി മുഖത്തിന് നല്ലൊരു ഗ്ലോ ഒക്കെ കൂടി അടിപൊളിയായിട്ടിരിക്കുന്നത് ഇത്രയും ആയുർവേദ മരുന്നുകളുടെ ഒരു കൂട്ടായതുകൊണ്ടാണ്. അപ്പൊ അത് രാത്രി അവനെല്ലാം പൊടിച്ചു വന്നു. എന്നിട്ട് ഞാനതെല്ലാം രാത്രി പാക്ക് ചെയ്തു. അവനും കൂടി കൂടിയായിരുന്നു. എന്നിട്ട് അങ്ങനെ വെച്ചു. രാവിലെ ആയപ്പോൾ വേഗം ഞാൻ ഇതിന്റെ ലേബൽ ഒട്ടിച്ചു. നമ്മൾ ഇതുപോലെ ലേബലെല്ലാം പുറമേന്ന് പ്രിന്റ് ചെയ്ത് എടുപ്പിക്കുക ചെയ്യണം. പണ്ട് അശ്വകൊച്ച് തന്നെ എനിക്കിവിടെ എല്ലാം ഡിസൈൻ ചെയ്യുന്ന അവനാണ്. എന്നിട്ട് എല്ലാം നമ്മളിവിടെ തന്നെ എടുക്കുമായിരുന്നു. അന്നേരം ഇവന് സ്റ്റഡി അങ്ങനെ പല കാര്യങ്ങളും ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായപ്പോൾ നമ്മളിത് ഒന്നിച്ചൊന്നിച്ച് ലേബിള് ചെയ്യാൻ വേണ്ടി കൊടുക്കും വേറെ സംസ്ഥാനങ്ങളിൽ. അപ്പൊ നമ്മളൊരു 30,000 രൂപയ്ക്കൊക്കെ ഒത്തിരി ലേബൽ എടുപ്പിക്കും പല സാധനങ്ങളുടെ. എന്നിട്ട് അത് തീർന്നു കഴിയുമ്പോഴത്തേക്ക് തീരാനാവുന്നതിന് മുമ്പ് നമ്മൾ അടുത്തത് അങ്ങനെ ലേബൽ കൊടുക്കും. അങ്ങനെയാ ചെയ്യുന്നത്. അപ്പൊ ഇത് എനിക്കതുകൊണ്ട് ഭയങ്കര സൗകര്യം. ഇവന്റെ പുറകെ അല്ലെങ്കിൽ ഇവന്റെ പുറകെ നടന്ന് ഒന്ന് ലേബൽ എടുത്താടാ ഭയങ്കരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണം. പിന്നെ അവസാനിക്ക് ദേഷ്യം വരും, അങ്ങനെ വഴക്കാക്കേണ്ടി വരും. അങ്ങനെയാണ്. ഇതിപ്പോ എന്ന് വെച്ചാൽ ആ ഒരു വഴക്ക് പേടിച്ചിട്ടാന്ന് തോന്നുന്നു അവനിപ്പോ എല്ലാം ഇങ്ങനെ ഒന്നിച്ച് പ്രിന്റ് എടുത്ത് വെക്കും. അപ്പൊ എനിക്ക് സൗകര്യം എപ്പൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാലും എന്റെ സൗകര്യത്തിന് എനിക്ക് ഒട്ടിക്കോ എടുക്കോ ഒക്കെ ചെയ്യുകയും ചെയ്യാം. അങ്ങനെ അപ്പൊ ഇത് നല്ല ക്വാളിറ്റി ഉള്ള ലേബലും അവർ ചെയ്തു തരുന്നത്. അങ്ങനെയാണ്. അപ്പൊ ഇതങ്ങനെ നമ്മൾ എടുത്തു. എന്നിട്ട് രാവിലെ ഞാൻ എണീറ്റിട്ട് ഇതെല്ലാം ഒന്ന് ഒട്ടിച്ചു. ഇങ്ങനെയാണ്. അപ്പൊ ഫേസ് വാഷ് പൗഡർ വേണ്ടവര് ഇതിപ്പോ നമുക്കൊരു 3 ദിവസം 4 ദിവസത്തേന് കൊടുക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് അടുത്ത് ഉണ്ടാക്കണം. ഇതെന്ന് വെച്ചാൽ ഒരു കായത്തിന്റെ ബോട്ടിൽ പോലെയാണ്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക ഇതിന്റെ അടപ്പ്. പിന്നെ ഇവിടെ ഇങ്ങനെ തുള കൊടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. ഒരു കമ്പി എന്തെങ്കിലും പഴിപ്പിച്ചിട്ട് പിന്നെ സൂക്ഷിക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും കത്രികന്റെ അരിയോ ഒക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ഒരു കുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ കൈ കൊള്ളാൻ നോക്കിക്കോണേ. അങ്ങനെ ഒരു തുളയുണ്ടാവും. എന്നിട്ട് പിന്നെ അത് എടുത്തു കഴിയുമ്പോൾ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് അടച്ചു വെക്കാം. ആവശ്യത്തിന് നമ്മൾ ഇങ്ങനെ കുടഞ്ഞെടുക്കുക. കുറച്ച് മതി, വളരെ കുറച്ച് മതി. എന്നിട്ട് ഇത് അടച്ചു വെച്ചേക്കുക ഈർപ്പടിക്കാതെ. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒരു കുറച്ച് 5-6 ഡ്രോപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ ചാരിക്കാം. എന്നിട്ട് നമ്മൾ ഇത് മുഖത്ത് തേച്ചിട്ട് ഒന്ന് പതിയെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ചെറിയ സ്ക്രബിങ് എഫക്റ്റും കൂടി ഉണ്ട് ഇതിന്. അപ്പൊ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഭയങ്കര ഫോഴ്സ്ഫുള്ളി ഒന്നും ചെയ്യണ്ട. അങ്ങനെ 2 മിനിറ്റ് അവിടെ വെച്ചു നിർത്തും, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ട് അങ്ങ് കഴുകി കളയുക. നല്ലൊരു ഗ്ലോ ആയിരിക്കും. ഡെഡ് സ്കിന്നൊക്കെ പോയി ഈ ആയുർവേദ പൗഡറുകളായതുകൊണ്ട് അടിപൊളിയാണ്. ഇതിലെല്ലാം നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആയുർവേദ മരുന്നുകൾ ചേർത്തിട്ടാണ് നമ്മുടെ ഫേസ് വാഷ് പൗഡർ ഉണ്ടാക്കിയേക്കണേ. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും ഡിമാൻഡ്. അങ്ങനെ അപ്പൊ അതിന്റെ പണിയായിരുന്നു ഞാൻ രാവിലെ. അതെല്ലാം ചെയ്തു. പിന്നെ മില്ലറ്റ് ദോശ ഉണ്ടാക്കി കഴിച്ചു. അത് കഴിഞ്ഞു. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ഡോഗ്സിന്റെ ഫുഡ് ചൂടാക്കാൻ വെക്കണം. ഇനി നമുക്ക് വേഗം കുറച്ച് കൊറിയർ പാക്ക് ചെയ്ത് വിടാനുണ്ട്. ഞാൻ ഇന്ന് ഒത്തിരി എടുത്തിട്ടില്ല. എനിക്ക് ഇന്ന് കുറേ ജോലികളെല്ലാം ചെയ്യണം. നമുക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. കുറേ ചെടികൾ മേടിച്ച് വെച്ചേക്കണേ. പിന്നെ പുറത്ത് മഴയുണ്ടെങ്കിൽ അകത്ത് സൈഡിൽ വെച്ചേക്കുന്നതുകൊണ്ട് അതെല്ലാം ഇച്ചിരി ഉണങ്ങിയ പോലെ ഉണ്ട്. അപ്പൊ അതെല്ലാം ഡാലിയ ചെടികളൊക്കെ അതെല്ലാം എനിക്ക് വലിയ വലിയ പൂച്ചട്ടികളിലേക്ക് നടണം. പിന്നെ കുറച്ച് പച്ചക്കറി വിത്ത് മേടിച്ച് ഇതുവരെ നടാൻ പറ്റിയിട്ടില്ല. അപ്പൊ അത് കുറച്ച് ഇനിയിപ്പം ഈ ഒരു പൂച്ചട്ടികളിലേക്ക് വലിയ വലിയ പൂച്ചട്ടി മേടിച്ചിട്ടുണ്ട്. അതിലേക്ക് പച്ചക്കറി നടാന്ന് ഓർക്കുക. കോക്കോപ്പിറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇട്ടിട്ട് എനിക്ക് അതെല്ലാം നട്ടുവെക്കണം. അങ്ങനെ കുറെ പരിപാടികൾ ഉള്ളതുകൊണ്ട് ഞാൻ ഒത്തിരി കൊറിയർ പാക്ക് ചെയ്യാൻ എടുത്തിട്ടില്ല. ഇനിയിപ്പോ ബാക്കിയുള്ളത് നമുക്ക് തിങ്കളാഴ്ച വിടാം. നാളെ സൺഡേ ആണല്ലോ. സൺഡേ നമുക്ക് ഹോളിഡേ. നാളെ നമുക്ക് എൻജോയ്മെന്റ് ഡേ ആണ്. അപ്പൊ നമുക്ക് പക്ഷെ നാളെ നമുക്ക് വർക്കുണ്ട്. നമ്മുടെ മിലോ കുഞ്ഞിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകണം. പണ്ടൊക്കെ ഞാൻ മിലോനെ ഇവിടെ കുളിപ്പിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ അത് നഖം വെട്ടാൻ സമ്മതിക്കത്തില്ല, ചെടി ക്ലീനാക്കാൻ സമ്മതിക്കത്തില്ല. അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ ഓർത്തു ഓക്കെ അതിനെല്ലാ പ്രാവശ്യം ഗ്രൂമിങ്ങിന് തന്നെ കൊണ്ടുപോവാന്ന്. ഒത്തിരി റേറ്റ് ഇല്ല, എന്നാലും ഓക്കെ. കുറച്ച് റേറ്റ് ആയാലും നമുക്കതിനെ പുറമേ ഗ്രൂമിങ്ങിന് കൊണ്ടുപോകുന്ന കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് അവർ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി നഖമൊക്കെ വെട്ടി അങ്ങനെ നല്ല ഭംഗിയാക്കി തന്നോളൂ. അപ്പൊ അതാ എളുപ്പം നമുക്ക്. അങ്ങനെ അപ്പൊ അതിന് വേണ്ടിയിട്ട് നാളെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ബുക്ക് ചെയ്യണം. ഭയങ്കര തിരക്കുള്ള നല്ലൊരു പെറ്റ് സ്റ്റേഷൻ ഉണ്ട് അവിടെ. അപ്പൊ അവിടെ കൊണ്ടുപോയിട്ട് പിന്നെ നമുക്ക് നാളെ ഇനി ഒന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കണം. അതാണ് ആ പരിപാടി. കാര്യം ഇന്നത്തെ കാര്യം നമുക്കിപ്പോ സന്തോഷമായിട്ടങ്ങ് ചെയ്തു കൊടുക്കാം. ഇന്നലെ വൈകുന്നേരവും മഴ പെയ്തു. എന്റെ ദൈവമേ, രാവിലെ മിറ്റവും ഗേറ്റ് അടയ്ക്കാൻ പോയപ്പോ ഷോക്കിൽ പോയി. ഇന്നലെ മിനിഞ്ഞാന്ന് മഴ പെയ്തിട്ട് ഇന്നലെ ഞാൻ എങ്ങനെയൊക്കെയോ അടിച്ചു വാരി ഇട്ടതാ. ഇന്ന് അതിന് കഷ്ടമായിട്ട് കിടക്കും ഒറ്റ രാത്രി കൊണ്ട്. അപ്പൊ ഇനി അത് വെട്ടി വരണം. മിറ്റം മുഴുവനും നാശമായിട്ട് കിടക്കണേ. അപ്പൊ നമുക്ക് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഡോഗ്സിന്റെ ഫുഡുമായിട്ട് മിറ്റം അടിക്കാൻ വേണ്ടി പോകാം. എന്നിട്ട് നമുക്ക് ചെടികളും കാര്യങ്ങളൊക്കെ നടണം. അതൊക്കെയാണ് പ്ലാന്. എന്തായാലും നമുക്ക് പാക്കിംഗ് അങ്ങ് തുടങ്ങിയേക്കാം.
നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും എല്ലാം നമ്മുടെ കസ്റ്റമേഴ്സിന് ഒത്തിരി ഇഷ്ടമാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പോസിറ്റിവിറ്റി കേട്ടോ. അത് നിറയെ മെസ്സേജ് എനിക്ക് വാട്സപ്പിൽ വരും കേട്ടോ. ഓരോന്ന് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അവർക്കുള്ള ഗുണവും അതുപോലെ പിന്നെ അവര് തന്നെ അടുത്ത ആൾക്കാരോട് പറയും. അങ്ങനെയാണ് നമുക്ക് ഇത്രയും ഓർഡർ കിട്ടുന്നത് കേട്ടോ. നമ്മുടെ യൂട്യൂബ് വീഡിയോ ഒന്നും അധികം ഓടുന്നില്ല, എന്തോ ബ്ലോക്ക് വന്നേക്കുവാണ് എന്റെ ചാനലിൽ, എന്താണെന്ന് അറിയത്തില്ല. പിന്നെ അങ്ങനെ അപ്പൊ അതുകൊണ്ട് എന്നാലും നമുക്ക് വാട്സപ്പിൽ ഇവിടെ ഇങ്ങനെ ഓരോരുത്തർ ബാക്കിയുള്ള അവരുടെ റിലേറ്റീവ്സിനോട് പറയുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഓർഡർ വരുന്നത് കേട്ടോ. അങ്ങനെ നമുക്ക് ഔഷധ കാപ്പിയും ബാക്കി എല്ലാ മില്ലറ്റ്സും അതുപോലെ ഡ്രസ്സ് ആണെങ്കിലും ഓർണമെന്റ്സ് ആണെങ്കിലും എല്ലാ ടൈപ്പ് ഐറ്റംസും ഉള്ളത് കൊണ്ട് പിന്നെ നമുക്ക് കിച്ചണിലേക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി ഐറ്റംസ് ഉണ്ടല്ലോ. അടുത്ത നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് 3 പാക്കറ്റ് കസ്തൂരി മഞ്ഞളാണ്. പാക്കറ്റ് കസ്തൂരി മഞ്ഞളൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തെ ഡെഡ് സ്കിൻ ഒക്കെ പോയി നല്ലൊരു ഗ്ലോ ആകും കേട്ടോ. എത്രയോ പുരാതന കാലം മുതൽ രാജകുമാരിമാര് മുതൽ സൗന്ദര്യത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന സാധനമാണ് കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത്. ഇനിയിപ്പൊ ഞാൻ അടുത്ത ട്രിപ്പ് ഇതുപോലെ തന്നെ ഇത് ഞാൻ ചാക്കിലേക്ക് ആക്കും, എന്നിട്ട് അടുത്ത ട്രിപ്പ് ടേബിളിലേക്ക് കൊണ്ടുവെക്കും, അടുത്തത് പാക്ക് ചെയ്യും. അങ്ങനെ നമ്മുടെ പാക്കിങ് വീണ്ടും പുരോഗമിക്കും. അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു 12 മണിയെങ്കിലും ആകുമ്പോഴത്തേക്ക് എനിക്ക് കൊടുത്തു വിടണം. അങ്ങനെയാണ്. ഇപ്പൊ കുരങ്ങ് വന്നിട്ടുണ്ട്, ഇവിടെ നിറച്ച് ഫ്രൂട്ട്സും അതും ഇതെല്ലാം ഉള്ളതുകൊണ്ട് കുരങ്ങ് വന്നിട്ടുണ്ട്. ഡോഗ്സ് ഭയങ്കരമായിട്ട് കുരയ്ക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതുങ്ങൾ ഇങ്ങനെ എന്തായാലും പാട്ടക്കെട്ടൊക്കെ ഇങ്ങനെ വടി വെച്ച് തട്ടിയാൽ മതി, ഭയങ്കര സൗണ്ട് കേൾക്കുമ്പോൾ പോയിക്കോളും. അങ്ങനെ അതുങ്ങൾ ഒന്ന് അടിച്ചോടിച്ച് വിട്ടിട്ട് പിന്നെ ബാക്കിയുള്ള പാക്കിങ് ഞാനിവിടെ കൊണ്ടുവച്ച് പാക്ക് ചെയ്യും. എന്നിട്ട് നമുക്കിനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഇത് കൊടുത്തു വിട്ടിട്ട് കാണാം കേട്ടോ. എനിക്കിനി ഇത് പാക്ക് ചെയ്ത് കൊടുത്തു വിടണം വരെ ഭയങ്കര സ്ട്രെസ്സാ. അപ്പൊ ഞാൻ ഇത് പാക്ക് ചെയ്ത് കൊടുത്തു വിട്ടിട്ട് നമുക്ക് സമാധാനമായിട്ട് കാണാം കേട്ടോ. വയനാട് ആയതുകൊണ്ട് ഇവിടെ ഒരു നാട്ടുപ്രദേശമാണ്. അത് ഓരോരുത്തർക്കും ഒത്തിരി സ്ഥലം ഉണ്ടാവും. അപ്പൊ തോട്ടങ്ങളായതുകൊണ്ട് നിറച്ച് ഫ്രൂട്ട്സും ചക്കയും മാങ്ങയും തെങ്ങും ഒക്കെ ഉള്ളതുകൊണ്ട് ഈ പിന്നെ കുരങ്ങളുടെ ഭയങ്കര ശല്യമാണ് ഇവിടെ. ആകെ ഒരു വന്യമൃഗം എന്ന് പറയുന്ന കുരങ്ങളാണ് ഇവിടെ. അതിങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെ കൂട്ടത്തോടെ വരും. അപ്പൊ നമ്മളിങ്ങനെ പാട്ട പൊട്ടിയും പടക്കം പൊട്ടിച്ചും അങ്ങനെയൊക്കെ അതുങ്ങൾ ഓടിക്കുന്നത് കേട്ടോ. പിന്നെ അങ്ങ് പൊയ്ക്കോളൂ. പിന്നെ നമുക്ക് ഡോഗ്സ് ഉള്ളതുകൊണ്ട് അതുങ്ങളെ അഴിച്ചുവിട്ട് കുരയ്ക്കുന്ന കേൾക്കുമ്പോൾ അതുങ്ങൾ അങ്ങ് പൊയ്ക്കോളൂ. എന്നാലും കുറെ ഇതുങ്ങൾ ഓടിച്ച് പിന്നെ നമുക്ക് ഈ മുളയൊക്കെ നിൽക്കുന്നതുകൊണ്ട് അതിന്റെ കൂമ്പൊക്കെ ഓടിച്ച് അങ്ങനെ കുറെ ശല്യം ഉണ്ടാക്കും കേട്ടോ. നിറയെ ചപ്പൊക്കെ വീഴ്ച എല്ലാം നശിപ്പിച്ചിട്ടിട്ട് അങ്ങനെ പോകട്ടോ. അപ്പൊ നമ്മളെപ്പോഴും അങ്ങ് ഓടിച്ചുകൂടി വിടുവാണെങ്കിൽ പേടിച്ചിട്ട് നിങ്ങൾ അങ്ങ് ഓടിപ്പോയിക്കോളും. അതിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കുരങ്ങിന്റെ ഒരു ശല്യം മാത്രമേ ഈ ഭാഗത്തോടെ ഉണ്ട്. ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ മാജിക് കിച്ചൺ ക്ലീനർ. പിന്നെ അത് ടേബിളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്ലൗസ് ആണ് ഇത്. ഇതുപോലെ അങ്ങ് കയ്യിലേക്ക് ഇടാം, എന്നിട്ട് വെള്ളത്തിൽ മുക്കി. അപ്പൊ അധികം നനയത്തില്ല നമ്മുടെ കൈ. അപ്പൊ നമ്മുടെ കൈ നനയത്തില്ല. ഇതിനൊരു മൈക്രോഫൈബറിന്റെ ഒരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട് ഈ ഗ്ലൗസിന്. അപ്പൊ പക്ഷെ നമുക്ക് ടേബിളൊക്കെ ഒന്ന് വൃത്തിയായിട്ട് തുടച്ചെടുക്കുകയും ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള മൈക്രോഫൈബറിന്റെ ഒരു ഗ്ലൗസ് ആണ് ഇത്. പിന്നെ സൈസ് ഏതാ സൈസ് 36. സൈസ് 36ന്റെ റൗണ്ട് ഷേപ്പുള്ള ബ്രായും കൂടിയാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒത്തിരി ഹെവി പാഡഡ് അല്ല, എന്നാൽ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടുകയും ചെയ്യാം ആ രീതിക്കുള്ള. അപ്പൊ ഇതൊന്ന് പാക്ക് ചെയ്യാം. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഓർഡർ തരുമ്പോൾ എപ്പോഴും പിൻകോഡ് ഫോൺ നമ്പർ മസ്റ്റ് ആയിട്ട് എഴുതണം കേട്ടോ. നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് എല്ലാ പ്രൊഡക്റ്റുകളും അയക്കുന്നത്. പക്ഷെ പിൻകോഡും പോസ്റ്റ് ഓഫീസും അങ്ങനത്തെ ഫോൺ നമ്പറും ഒക്കെ മസ്റ്റ് ആണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്ത് പ്രൊഡക്റ്റ് കിട്ടിക്കഴിയുമ്പോഴും അന്നേരം ചുമ്മാ ഒരു വീഡിയോ എടുത്തേക്കണം അത് തുറക്കുന്നത്. എനിക്ക് അയക്കണ്ട, എന്തെങ്കിലും കുറവ് വരുമോ എന്തെങ്കിലും ഡാമേജ് ആവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് മാറ്റി തരുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കിട്ടുമ്പോൾ തന്നെ ഒരു വീഡിയോ ക്ലിപ്പ് എടുത്ത് വെച്ചേക്കണം. ഇനി അടുത്ത് നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന 38 സൈസിന്റെ റൗണ്ട് ഷേപ്പുള്ള ആ ഒരു ബ്രായും. പിന്നെ ഇത് ഒരു ബാത്ത് ബ്രഷ് ആണ്. ഇവിടെ നല്ല ബ്രിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, വളരെ സോഫ്റ്റ് ആണ്. ഇവിടെ സ്പോഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ സോപ്പ് തേച്ചിട്ട് പുറം വശമൊക്കെ നമ്മുടെ പുറത്തൊന്നും നമുക്ക് എത്തൂലല്ലോ. അപ്പൊ അങ്ങനെ പുറവശം എല്ലാം ഇങ്ങനെ നന്നായിട്ട് തേച്ച് ചെളിയൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ്. സ്പോഞ്ചും ഉണ്ട്, അതുപോലെ ഈ ബ്രിസ്റ്റിലും ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. അപ്പൊ ഇങ്ങനത്തെ ഇതെല്ലാവരും മേടിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം എന്താ കയ്യോ കാലോ എവിടെ വേണേ നമുക്ക് ഇങ്ങനെ തേക്കാം കേട്ടോ. പുറം തേക്കാനാണ് എസ്പെഷ്യലി, അല്ലെങ്കിൽ നമുക്ക് വേറെ ആരെങ്കിലും തേച്ച് തരട്ടെ എപ്പോഴും. അപ്പൊ അതിന് വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്തേക്കണം ബാത്ത് ബ്രഷ് ആണ് ആവശ്യമുള്ളവർ മേടിച്ചോളൂ കേട്ടോ. അപ്പൊ ഇത് പാക്ക് ചെയ്യട്ടെ. മൈക്രോഫൈബറിന്റെ വലിയ ചവിട്ടിയാണ് നമുക്ക് തീർന്നിട്ടുള്ളൂ. ചെറിയ ചവിട്ടി മേടിച്ചു വെച്ചോളൂ. മഴക്കാലമൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അത്രയും പ്രയോജനമാവും. വെള്ളം മുഴുവൻ അബ്സോർവ് ചെയ്യുന്ന സാധനമാണ് അത്. അടുത്ത നമ്മുടെ ബ്യൂട്ടിഫുൾ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന ബ്യൂട്ടി ഓയിലും ഹെയർ ഓയിലും പ്ലെയിൻ ലിപ് ബാമും ആണ്. പാക്ക് ചെയ്യട്ടെ. അടുത്ത നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന 1 kg ഗീ ആണ് കേട്ടോ. വയനാടൻ ഗീ ആണ്, അടിപൊളിയാണ്. നമ്മൾ ഉറപ്പായിട്ടും ഗീ ഒക്കെ ഒരു 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂൺ എങ്കിലും ഡെയിലി നമ്മൾ കഴിച്ചിരിക്കണം. അത്രയും ഗുണമുള്ള സാധനമാണ്. അപ്പൊ ഗീ പാക്ക് ചെയ്യാം. നമ്മുടെ ശരീരത്തിലെ കൊളാജൻ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് പ്രൊഡക്ഷന് വേണ്ടിയിട്ടൊക്കെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് ഗീ. കൊളാജൻ ഒക്കെ ഉണ്ടെങ്കിൽ സ്കിന്നൊക്കെ ചുളിയാതെ ഒത്തിരി ഏജ് പെട്ടെന്നാവാത്ത രീതിയിലേക്ക് നമ്മുടെ സ്കിന്നൊക്കെ ഹെൽത്തി ആയിട്ടിരിക്കുള്ളൂ. പിന്നെ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഗീ ആവശ്യമുണ്ട്. നല്ല കൊളസ്ട്രോൾ ആവശ്യമുണ്ട്. അപ്പൊ അതിനൊക്കെ പ്രയോജനമുള്ള സാധനമാണ് ഗീ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കുറച്ചെങ്കിലും ഗീ, ശുദ്ധമായ ഗീ നമ്മൾ കഴിച്ചിരിക്കുന്നത്. ഹണി ആണെങ്കിലും ഗീ ആണെങ്കിലും ഒക്കെ വളരെ കുറച്ച് കഴിച്ചാൽ മതി, പക്ഷെ കുറച്ചെങ്കിലും നമ്മൾ കഴിച്ചിരിക്കണം. പിന്നെ നല്ല വിറ്റാമിൻ മിനറൽസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്
വേണ്ടിയിട്ട് ഒന്നുകിൽ റാഗി അല്ലെങ്കിൽ മില്ലറ്റ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. പിന്നെ പച്ചക്കറികൾ ഉറപ്പായിട്ട് നമ്മൾ എങ്ങനെയായാലും ഉൾപ്പെടുത്തണം. അതിൽ കുമ്പളങ്ങിയൊക്കെയാണ് ഏറ്റവും ശരീരത്തിന് നീര് വീക്കമൊക്കെ കുറയ്ക്കാൻ ഏറ്റവും നല്ലത്. നമ്മുടെ പറമ്പിൽ ഇഷ്ടം പോലെ പച്ചക്കറികൾ, പപ്പായയും കുമ്പളങ്ങിയും ഒക്കെ ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അതൊക്കെ ഞാൻ ഇപ്പോഴും നട്ടു വളർത്തും. പിന്നെ മുരിങ്ങ, ഇത് മൂന്നും എന്തായാലും നിങ്ങൾ പറമ്പിൽ നട്ടു വളർത്തണം കേട്ടോ, ഏറ്റവും പ്രയോജനമുള്ള. പിന്നെ നമ്മുടെ അടുത്തുള്ള നഴ്സറിയിലൊക്കെ പോയിട്ട് കുറച്ച് പേര അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളും കൂടി ഇപ്പൊ ആണെങ്കിൽ ഭയങ്കര ഷോർട്ട് ആയിട്ട് ഉണ്ടാകുമ്പോൾ തന്നെയുള്ള പേരയ്ക്ക ഉണ്ടാകുന്ന മരങ്ങൾ കിട്ടും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ പറമ്പിൽ ഞാൻ 10 എണ്ണമൊക്കെ മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോൾ നോക്കിയാലും നമുക്ക് പേരയ്ക്ക ഉണ്ട് കേട്ടോ. നമുക്ക് ഈ പാക്കിങ് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് പറമ്പിലും വീണ്ടും ചുറ്റുമൊക്കെ ഇറങ്ങി നോക്കാം, മിറ്റമൊക്കെ അടിക്കാൻ നേരത്തെ. അപ്പൊ ഞാൻ കാണിച്ചു തരാം എന്തെല്ലാം ടൈപ്പ് പേരയുള്ളതെന്നറിയോ. ഏറ്റവും വെച്ചാൽ ഷുഗർ അധികം ഇല്ലല്ലോ പേരയ്ക്കൊക്കെ കഴിക്കുമ്പോ അതാണ് ഏറ്റവും നല്ലത്. ഒത്തിരി മധുരമുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്നേക്കായാലും ഏറ്റവും ബെസ്റ്റ് നമ്മളിങ്ങനെ ഷുഗർ കുറവുള്ള അങ്ങനത്തെ ഫ്രൂട്ട്സ് കഴിക്കുന്ന കേട്ടോ. അതും ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ മസ്റ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ എത്തിച്ചാലാണ് നീരുവേക്കൊക്കെ കുറഞ്ഞ് വാദമൊക്കെ കുറഞ്ഞ് അതുപോലെ നമ്മുടെ എനർജിയും ഹെൽത്തും ഒക്കെ നന്നായിട്ട് ഇരിക്കുള്ളൂ. അപ്പൊ അത് നമ്മൾ വീട്ടമ്മമാര് തന്നെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ കുറച്ച് ചെടിയും കുറച്ച് കാര്യങ്ങളും ഒക്കെ നമുക്ക് പ്രയോജനമുള്ള സംഗതികൾ. അടുത്ത നമ്മുടെ ബ്യൂട്ടിഫുൾ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന ഗീയും ഗരം മസാലയാണ് കേട്ടോ. ഗരം മസാല അടിപൊളിയാണ് കൂട്ടുകാരെ, മേടിച്ച് നോക്കിക്കോളൂ. ഗരം മസാലേന്റെ കാര്യവും കറിമഞ്ഞളിന്റെ കാര്യവും ഞാൻ വേനൽക്കാലത്ത് മുഴുവൻ നമ്മൾ ഒന്നിച്ച് ബൾക്കായിട്ട് സാധനം മേടിച്ചിട്ട് മൊത്തം കഴുകി ഉണക്കി വെക്കൂട്ടോ. ഈ ഒരു ചെടിയിൽ പോയിട്ട് നിന്ന് ആരും ഒന്നും ശ്രദ്ധിക്കാത്ത അതാണ് നമ്മുടെ കമേലിയ എന്ന് പറയുന്നത്. അപ്പൊ ഇത് കോംബോയാണ്, ഇത് കോംബോ ഓഫറാണ്. റെഡും പിങ്കും അങ്ങനെ 2 എണ്ണം മേടിക്കുമ്പോൾ ഞാൻ കുറച്ച് പൈസ റേറ്റ് കുറച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മേടിച്ചേക്കുന്നതാണ്. പാക്ക് ചെയ്യട്ടെ. കറിമഞ്ഞളാണെങ്കിൽ നമ്മൾ വയനാട് കർഷകരിൽ നിന്ന് ഒന്നിച്ച് മേടിച്ചിട്ട് കഴുകി ഉണങ്ങി നമ്മൾ റെഡിയാക്കി വെക്കും. ആവശ്യത്തിന് പൊടിച്ചെടുത്ത് ചോറൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. കുറേ റിപ്ലൈ കൊടുക്കാനുണ്ടായിരുന്നു. വാട്സപ്പില് കുറേ മെസ്സേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ റിപ്ലൈ കൊടുത്തു. കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്ത് ഇപ്പൊ എനർജി ഒക്കെ ആയി. ഇനി എനിക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അപ്പച്ചനും അമ്മച്ചൊക്കെ വന്നപ്പോ ചേമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാകുന്നതാണ്. അപ്പൊ അത് നല്ല ടേസ്റ്റ് ആണ്. വളമൊന്നും ചേർക്കാത്തല്ലേ. അപ്പൊ അങ്ങനെ അപ്പൊ ഇംഗ്ലീഷ് വളമൊന്നും ചേർക്കാതെ നമുക്ക് നാടനായിട്ട് ഉണ്ടാകുന്നതല്ലേ. അപ്പൊ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ അതൊന്ന് കുഴച്ചു വിടുന്നതാണ് ഒന്നുകൂടെ രുചി. പറമ്പിൽ പോയിട്ട് കുറച്ച് കറിവേപ്പിലൊക്കെ പറിച്ചിട്ട് വന്നിട്ട് അതൊന്ന് കുഴച്ചു വിടുന്നത്. അത് ഞാൻ കാണിച്ചത് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ അവിടെ നമ്മൾ കുമ്പളങ്ങ പറിച്ചിട്ട് വന്നിട്ടുണ്ട്. അത് മോരുകറി വെക്കണം. പിന്നെ നമ്മുടെ പപ്പായ എന്ന് പറയും, കപ്പളങ്ങ എന്ന് പറയുന്നത്. അപ്പൊ പപ്പായ കുറച്ചിട്ട് അത് തോരൻ വെക്കണം. ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് വെയിൽ നന്നായിട്ട് ആറും. അപ്പൊ പുറത്ത് പോയിട്ട് ചെടിയൊക്കെ നടാമെന്ന് ഞാൻ ഓർക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള നമുക്ക് ഡിന്നർ ബാക്കിയാകുമ്പോഴത്തേക്ക് ചോറെല്ലാം ഇരിപ്പുണ്ട്. പിന്നെ നമുക്ക് ഡിന്നർ അതാകുമ്പോഴത്തേക്ക് ചോറെല്ലാം ഇരിപ്പുണ്ട്. അതൊക്കെ ചൂടാക്കി വെച്ചാൽ മതി. പിന്നെ മീൻകറിയൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ അന്നേരം ഒന്ന് ചൂടാക്കിയാൽ മതി. കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് ഉള്ളിൽ കുറച്ച് നാളത്തേനുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ട്. അത് ഓട്ടോമാറ്റിക്കലി അങ്ങ് നടന്നോളും. അങ്ങനെയാണ്. അപ്പൊ ഇപ്പം വേഗം കുക്ക് ചെയ്തോട്ടെ കേട്ടോ. നമ്മുടെ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഒത്തിരി സമയം എടുക്കും. എഡിറ്റിങ്ങിന് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെറുതായിട്ടൊക്കെ കാണിക്കുന്നത് കേട്ടോ. ഒത്തിരി പേര് എന്നോട് കുറെ സംഗതികൾ ഉണ്ടാക്കുന്നതൊക്കെ കാണിക്കണം എന്നൊക്കെ പറയാറുണ്ട്. നോക്കാം, ടൈം പോലെ. നമുക്ക് വേറൊരു ചാനലും കൂടി ഉണ്ട് കേട്ടോ, ലൈഫ് ഓഫ് ബിന്ദു. ആ ചാനലിൽ നമ്മൾ കുക്കിംഗ് വീഡിയോസ് തന്നെ ഇടാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഞാൻ ഉടനെ തന്നെ അങ്ങനെ തുടങ്ങൂട്ടോ. അപ്പം വിശദമായിട്ട് നമ്മൾ ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കുന്ന കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾ സെയിൽ ചെയ്യുന്ന സാധനമാണ്, കടകോൽ എന്ന് പറയും. അത് നല്ലതാണ്. ഇങ്ങനത്തെ സംഗതികളൊക്കെ ഉടയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല പ്രയോജനമുള്ള സാധനമാണ്. പിന്നെ ഇത് നമ്മുടെ പപ്പായ നല്ല ടേസ്റ്റ് ആണ്, നമ്മുടെ നാടൻ പപ്പായ ആയതുകൊണ്ട്. പിന്നെ നമുക്കൊരു മോരുകറി വെക്കണം. കുമ്പളങ്ങ ഉണ്ട് ഇവിടെ. നമ്മുടെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. കിച്ചൺ ഞാൻ എപ്പോഴും കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് അടിച്ചു വാരി തുടച്ച് പിന്നെ കഴുകാൻ പറ്റുന്ന മാക്സിമം പാത്രങ്ങൾ അപ്പൊ തന്നെ കഴുകിയിടും കേട്ടോ. അങ്ങനെ ഞാൻ സാധാരണ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പിന്നത്തെ ഒരു കുക്കിങ്ങിന് വേണ്ടിയിട്ട് വളരെ എളുപ്പമായിരിക്കും. പിന്നെ കുതിരാൻ വേണ്ടി വെള്ളം ഒഴിച്ച് വെക്കേണ്ട കുക്കർ അങ്ങനത്തെ ഒക്കെ മാത്രം അവിടെ ഇടും കേട്ടോ. അങ്ങനെ ഇനിയിപ്പോ നമുക്ക് ചെടി നടാൻ പോകാം. വൈകുന്നേരമായി വെയിലാർത്ത് തുടങ്ങി. അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ചെടി നട്ടിട്ട് വന്നിട്ട് ഒരു ചായ വെക്കാം. അപ്പോഴത്തേക്ക് അച്ഛനൊക്കെ വരുമ്പോഴത്തേക്ക് ചായ വെക്കാം. പിന്നെ ചോറ് രാത്രി ചൂടാക്കണം. അത്രേ ഉള്ളൂ. അപ്പൊ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ എന്താ നമ്മുടെ തോരൻ റെഡിയാണ്. അതായത് സ്രാവ്മീൻ വെച്ചതിന്റെ ബാലൻസ്. അതിനിപ്പോ അവൻ കഴിച്ചില്ലെങ്കിൽ അവന് ഞാനപ്പോ മുട്ട പൊരിച്ചു കൊടുക്കും. അതാണ്. ഇനിയിപ്പോ ചായ വെച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ചേമ്പ് പുഴുങ്ങിയതുണ്ട്. ഇങ്ങനെ പിന്നെ നമ്മൾ സൂപ്പർ മോരുകറിയും വെച്ചിട്ടുണ്ട്. അപ്പൊ അതങ്ങനെയുണ്ട്. പിന്നെ ഞാൻ 2 ഡോഗ്സിന് 2 മുട്ട പുഴുങ്ങിയതാണിത്. അതിപ്പോ ഞാൻ കൊണ്ടു കൊടുക്കും. ഇങ്ങനെ പകുതി പഴുത്താറിനെ ഇവിടെ എടുത്തു വെച്ചു. അതവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോ ഈ മുട്ട ഞാൻ ഡോഗ്സിന് വേണ്ടി പുഴുങ്ങിയതാണ്. അത് ഞാനിപ്പോ കൊണ്ടു കൊടുക്കും. ഈ മുളയും കൊണ്ടുണ്ട് കേൾക്കണ കുറേ പിന്നെ മുറവും അതുപോലെ തന്നെ കൊട്ടകളൊക്കെ ഉണ്ട് എനിക്ക്. അപ്പൊ ഞാൻ എപ്പോ പുറത്തിറങ്ങിയാലും ഇതുപോലെ കുറെ പച്ചക്കറികൾ കിട്ടും. അതെല്ലാം ഞാൻ നമ്മുടെ പലചരക്ക് കൊട്ടാന്ന് ഞാൻ അതിന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിനകത്തേക്ക് കൊണ്ടുവെക്കും കേട്ടോ. അപ്പൊ നമുക്ക് പിന്നെ ആ ഒരാഴ്ചത്തേനുള്ളത് കുറെ പച്ചക്കറികൾ നമുക്ക് പറമ്പിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ. അപ്പൊ വരാന്ത മുതൽ ഞാനൊന്ന് അടിച്ച് വൃത്തിയാക്കി തുടച്ചിടും കേട്ടോ. പുറത്ത് തന്നെ ഒരു മൂപ്പ് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ അങ്ങ് തുടച്ചിടുവാണെങ്കിൽ വൃത്തിയായി കിടന്നോളൂ. ഈ കസേരയൊക്കെ ഇടയ്ക്ക് ഞാൻ കൊണ്ടുപോയിട്ട് ആ പൈപ്പിന്റെ അടുത്ത് നിന്ന് കഴുകി ഇടും കേട്ടോ. ഇങ്ങനെ പൊടിയൊക്കെ ഇങ്ങനെ ആയി ഇങ്ങനെ വരാന്തയിൽ ഇട്ടേക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് അങ്ങനെ ആവോട്ടെ
പ്ലാസ്റ്റിക്കിന്റെ ആയതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും. അങ്ങനെയാണ്. ഇത് നമ്മൾ കോക്കോപ്പിറ്റ് മേടിച്ച് വെച്ചേക്കണെയാണ്. മുമ്പിൽ നല്ല വൃത്തികേടായി അതെല്ലാം ചെടിയായിട്ട് നടണം. ചെടി മേടിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇനി പിന്നെ കുറച്ച് പച്ചക്കറി നടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മുറ്റടിക്കല് ശരിക്കും ഇച്ചിരി നേരത്തെയാണ്, ഒരു 3:30 ആയിട്ടുള്ളത്. അതുകൊണ്ട് വെയിലുണ്ട്, ഇച്ചിരി വെയിൽ കൂടുതലുണ്ട്. എന്നാലും ഒക്കെ ഞാൻ ഓർത്ത് ഇപ്പൊ തന്നെ തുടങ്ങിയേക്കാം, അല്ലെങ്കിൽ വൈകുന്നേരം ഇങ്ങനെ നിന്നാലും പെട്ടെന്ന് അങ്ങ് സിറ്റുവേഷൻ മാറിയിട്ട് മഴ തുടങ്ങും കേട്ടോ. അപ്പൊ അങ്ങനെയാവും. അതിനു മുമ്പ് നമ്മുടെ പണികളൊക്കെ തീർക്കാന്നുള്ള. പിന്നെ കുറച്ച് ഏരിയ മാത്രമേ വെയിലുള്ളൂ. ബാക്കിയൊക്കെ ഇങ്ങനെ ചെടികളുടെ തണലുള്ളതുകൊണ്ട് നമുക്ക് അത്ര ക്ഷീണമൊന്നും തോന്നില്ല. ഒരു മാസ്ക് ഒക്കെ ഇട്ടിട്ട് നമ്മൾ അങ്ങോട്ട് എല്ലാം അടിച്ചു വരിക എന്നുള്ളതാണ്. കുറെ ഏരിയ ഉണ്ട് കേട്ടോ. ഇത് വീഡിയോയിൽ കാണുന്നേക്കാളും ഭയങ്കര വിശാലമായ ഒരു ഏരിയ, ഏകദേശം 1/2 ഏക്കർ സ്ഥലത്താണ് നമ്മുടെ ഈ മിറ്റവും വീടും തന്നെ നിൽക്കുന്നത്. അതുകൊണ്ട് കുറെ ഉണ്ട് എനിക്ക് അടിച്ചു വരാന് പല സ്ഥലത്ത്. പക്ഷെ എനിക്ക് ഇഷ്ടമായിട്ട് അങ്ങനെ ഒത്തിരി മിറ്റം ഉള്ളത് തന്നെയാണ് ഇഷ്ടം. അതേ കുറെ ഞാൻ ചെടി പിടിപ്പിച്ചതേ ഉള്ളൂ. ഇതിലും വലിയ മിറ്റമായിരുന്നു ഇത്. അതിന്റെ സൈഡ് മുഴുവൻ ഞാൻ മണ്ണിട്ടിട്ട് പിന്നെ ചെടി പിടിപ്പിച്ചു. ആക്ച്വലി ഇതിന്റെ അടിയിൽ മുഴുവൻ നമ്മള് ഈ സിമെന്റ് ഇട്ടേക്കുവാണ് കേട്ടോ. എന്നിട്ട് അതിന്റെ സൈഡിൽ കൂടെ ഞാൻ കുറെ മണ്ണിട്ടിട്ട് ഇതെല്ലാം ഞാനിങ്ങനെ പിടിപ്പിച്ചെടുത്തേക്കുന്ന, ചെടി പിടിപ്പിച്ചെടുത്തേക്കുന്ന കേട്ടോ. പിന്നെ ഇതിന്റെ താഴേക്കൊക്കെ അശ്വിന്റെ ഒക്കെ തോട്ടമാണ്. അപ്പൊ അതുകൊണ്ട് നിറയെ അതില് പിന്നെ കാപ്പിയും പ്ലാവും അങ്ങനെ തെങ്ങ് കവുങ്ങ് എല്ലാം ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ കുരങ്ങന്റെ ഭയങ്കര ശല്യം കേട്ടോ. കുറെ നമ്മുടെ വീടിന്റെ അടുത്തോട്ട് ഇങ്ങനെ ചാടി കയറുന്നത് അതെല്ലാം മുറിക്കും. എന്നാലും കുറെ ബാക്കി ധാരാളം ഉണ്ട് കേട്ടോ. ഓപ്പോസിറ്റ് അവരുടെ പറമ്പിൽ നിറയെ വൃക്ഷങ്ങളുണ്ട്. അതുകൊണ്ട് എങ്ങനെയായാലും കുരങ്ങിന്റെ ഒത്തിരി ശല്യം വരും കേട്ടോ. മുറ്റത്തിറങ്ങിയപ്പോ വീണ്ടും കുമ്പളങ്ങി കിട്ടിയിട്ട് അപ്പൊ അത് കൊണ്ടുവച്ചു. പിന്നെ കുറച്ചു നേരം ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ ഞാൻ എന്തെങ്കിലുമൊക്കെ പറിച്ച് തിന്നു കേട്ടോ. പേരയ്ക്കയും ഇത് കൊണ്ടു ഒരു തരം പേരയാണേ, ചുമന്ന പേരയ്ക്ക കണ്ടോ, നല്ല രുചിയാണ്. കുറെ ഉണ്ടാവുന്നുണ്ട്. ഭയങ്കര രസമാണ്, നല്ല മധുരം. അതാണ് ഞാൻ പറഞ്ഞ കൂട്ടുകാരെ, ചെറിയ ചെറിയ ടൈപ്പ് പേരയാണ്. പക്ഷെ നിറയെ ഉണ്ടാകും. ഒരു തരം ബ്ലോക്ക് പേരയാണ്. അത്രയും പൊക്കെ വെക്കത്തുള്ളൂ, നിറയെ ഉണ്ടാകും. അതുപോലത്തെ ഒരു 10 ഒക്കെ ഞാൻ മേടിച്ച് ഇവിടെ നട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടാവും, ചെറികൾ അത് ഇതൊക്കെ ആയിട്ട് പറമ്പ് നിറച്ച് ഞാൻ ഇങ്ങനത്തെ ഫ്രൂട്ട്സ് മരങ്ങൾ നട്ടിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോൾ ഇറങ്ങിയാലും നമുക്ക് നിറയെ ഫ്രൂട്ട്സ് കിട്ടും. പിന്നെ നിറയെ ഇവിടെ ഈ കരിക്ക് വെട്ടി കുടിക്കുന്ന കരിക്കുണ്ട്, അങ്ങനെ അതുകൊണ്ട് അപ്പം അതും വെട്ടി കുടിക്കാൻ പറ്റും നമുക്ക്. അങ്ങനെ അപ്പൊ നോക്കുമ്പോ വീണ്ടും ഒരു കുമ്പളങ്ങ കേട്ടോ. ഇനി അതും പറിക്കുക. ഇത് ഒത്തിരി മൂത്ത് പോയാൽ പിന്നെ കൊള്ളൂല. അതിനു മുമ്പേ നമ്മൾ പറിച്ചു വെച്ച കുമ്പളങ്ങ ആയതുകൊണ്ട് എത്ര നാൾ വേണേ ഇരിക്കും. അങ്ങനെ അത് പറിച്ചോണ്ടിരുന്നപ്പോ എന്റെ കണ്ണിൽ കരട് പോയി. ഓക്കെ, വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അതും കൂടി പറിച്ചിട്ട് നമ്മൾ ഇതുപോലത്തെ തോട്ടി മേടിച്ചിട്ടുണ്ട്, പൊക്കം കൂട്ടാൻ പറ്റുന്ന. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈസി എന്ത് പറിച്ചെടുക്കാം. അങ്ങനെയാണ്. പിന്നെ ഇവിടെ ഇഷ്ടം പോലെ സപ്പോട്ടയൊക്കെ ഉണ്ട്, അതുകൊണ്ട് അവക്കോടയുണ്ട്. അങ്ങനത്തെ കുറേ ഫ്രൂട്ട്സ് മരങ്ങൾ നമ്മുടെ അടുത്തുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കപ്പളങ്ങയും കൂടി അവിടെ നിന്നു കുരങ്ങും ഉണ്ടാവണ്ടെന്ന് ഓർത്ത് അതും പറിച്ചു വെച്ചു. അങ്ങനെ പിന്നെ ഒരു വശം കൂടി നമുക്ക് അടിച്ചു വരാനുണ്ട് കേട്ടോ. മുറ്റത്തിന്റെ വിശാലമായ ഒരു നടപ്പാതയാണ് ഇത്. അപ്പൊ ഇതിൽ മുഴുവൻ ഇനി ഇതും കൂടി അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള മുറ്റം ഏകദേശം അടിച്ചു കഴിഞ്ഞു കേട്ടോ. അങ്ങനെയാണ്. എല്ലാ ദിവസവും ഇങ്ങനെ കുറെ ചപ്പൊക്കെ വീണ് കിടക്കട്ടെ. എനിക്ക് എല്ലാ ദിവസവും ഒന്ന് അടിച്ചു വരില്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഇല്ല. ഉറങ്ങുന്നതിന് മുമ്പ് എനിക്ക് എല്ലാ പണികളും തീർത്തില്ലെങ്കിൽ അതിങ്ങനെ ഒരു വിഷമായിട്ട് കിടക്കൂട്ടോ. അതുകൊണ്ട് എങ്ങനെയും സമയം ഉണ്ടാക്കി, ഒത്തിരി സമയമൊന്നും വേണ്ട, എന്നാലും ഞാനത് വേഗം വേഗം അടിച്ച് വരട്ടെ. ഇങ്ങനെ കല്ലൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല, മണ്ണൊന്നും ആവത്തില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ചപ്പുകൾ മാത്രം ഇങ്ങനെ ഈർക്കിളിച്ചൂല് മേടിച്ചു നോക്കും ഇഷ്ടം പോലെ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഈസി ആയിട്ട് നമുക്ക് അടിച്ചു വാരാം. എന്നാലും കുറച്ച് സമയം എടുക്കും. എന്നാലും ഇത് ശരിക്കും പറഞ്ഞാൽ മലയാപ്പിൾ എന്ന് പറയുന്ന ഒരു മരമാണ്. മലയാപ്പിൾ എന്ന് പറയുന്നത് വല്ലപ്പോഴും ഉണ്ടാവുള്ളൂ, വലിയ ആപ്പിൾ പോലത്തെ. അങ്ങനത്തെ ചാമ്പയല്ല ആപ്പിളും അല്ല, അങ്ങനത്തെ തന്നെയാണ്. അതിലേക്കാണ് കയറി കിടക്കുന്നത്. എന്തോരം ആണ് നോക്ക്. ഓ എന്ത് രസം നോക്കി. ഒരാഴ്ച കൊണ്ട് ഇനി മൊത്തം മുട്ടുകളും എല്ലാം കൂടി വിരിഞ്ഞാകത്തുള്ളൂ കേട്ടോ. നല്ല രസം. ഇവിടെ നമ്മുടെ ചെറിയ ഗേറ്റിലേക്ക് പോകുന്ന ഏരിയ ആണ് ഇത്. അവിടെ ഇങ്ങനെ ഇറങ്ങി വരുമ്പോ തന്നെ ഈ ഒരു സീൻ കണ്ടിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങി വരിക. ചെറിയ ഗേറ്റ് വഴി വരുമ്പോ നല്ല രസമാണ്. മൊത്തം ഒരാഴ്ച ഇങ്ങോട്ട് വിരിയും. അപ്പൊ ഞാൻ പറ്റിയെടുക്കാം. ഇനി മഴ പെയ്താലോ എന്ന് ഓർത്തിട്ട് ഞാനിപ്പോ എടുത്ത് കാണിക്കില്ല നിങ്ങളെ. അത്ര രസമാണ് റംബൂൺ ക്രീപ്പർ. ഇതൊക്കെ മേടിച്ചിട്ടില്ലേ വൻ നഷ്ടാട്ടോ. ഇത്രയും ചെറിയ വിലക്ക് ഈ ചെടികൾ കിട്ടുമ്പോ മേടിച്ചോട്ടുള്ളൂ. ഇതൊരു 30 വർഷം കഴിഞ്ഞാലും നശിച്ചു പോകാത്ത ചെടികളാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് നടാം. മുറ്റമൊക്കെ അടിച്ച് ക്ഷീണിച്ച് വന്നു കഴിഞ്ഞിട്ട് ചായ വെച്ചു കേട്ടോ. കൈയും കാലും മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് കാലൊക്കെ ഞാൻ ഉപ്പൂറ്റിയൊക്കെ പുറമേ നിന്ന് തന്നെ കല്ലിട്ടിട്ടുണ്ട്. അവിടെ ഒന്ന് ഒരച്ച് നന്നായിട്ട് തേച്ച് കഴിയും കേട്ടോ. എന്നിട്ട് പിന്നെ നല്ല ചക്കപ്പുഴുക്കും മോര് കറിയും കുമ്പളങ്ങ മോര് കറിയും പിന്നെ സ്രാവ് മീൻ വെച്ചതുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ചായയും കൂടി വെച്ചു. രാത്രി ആയപ്പോ അശ്വിന്റെ അച്ഛന്റെ അനിയന്റെ വൈഫ് ഷിജി എന്നാണ് പേരെ, പുള്ളിക്കാരിക്ക് ജോലി കിട്ടി. അപ്പൊ അതിന്റെ ട്രീറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അശ്വിൻ അത് കഴിക്കാൻ വേണ്ടി മോളിൽ കൊണ്ടുപോയി. എന്റെ പങ്ക് ഞാൻ ഇവിടെ എടുത്തു വെച്ചു. ഓൾറെഡി ഹെവി ആയിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്, ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത് കണ്ടിട്ട് കൊതിയൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഓർത്ത് നാളെ കഴിക്കാൻ ഓർത്ത് എന്തായാലും ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാന്ന് ഓർത്തു. അശ്വിന്റെ പങ്ക് കൊണ്ട് പോയി മുകളിലിരുന്ന് അവൻ കുശാലായിട്ട് തട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ അവൾക്ക് ജോലി കിട്ടി, എന്റെ ട്രീറ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ അതങ്ങനെ. അപ്പൊ ഏകദേശം ഇന്നത്തെ ദിവസം നമ്മളിവിടെ തീർക്കുവാണ്. പിന്നെ എനിക്ക് കുറെ ജോലികൾ ഉണ്ടായിരുന്നു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള ജോലികൾ നാളത്തേന് കൊറിയർ വിടാനുള്ളതും, നാളെ കൊറിയറില്ല തിങ്കളാഴ്ചത്തേന് കൊറിയർ വിടാനുള്ളതും എല്ലാം ലിസ്റ്റൊക്കെ ഏകദേശം തയ്യാറാക്കി. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ശരി കൂട്ടുകാരെ, ഇതൊക്കെയാണ്. ഇതുപോലെ അടിച്ചു വരി കഴിയുമ്പോൾ നല്ല വൃത്തിയാണ് മുറ്റവും പരിസരമൊക്കെ കാണാൻ. പക്ഷെ ഒരു മഴയും കാറ്റും വരുമ്പോഴത്തേക്ക് അത് വീണ്ടും മഴ
മഴയും കാറ്റും വേണ്ട, അല്ലേലും വെറുതെ ഇങ്ങനെ ഇലകൾ പൊഴിഞ്ഞു വീണോണ്ടിരിക്കും പിറ്റേ ദിവസത്തെ. എന്നാലും അടിച്ചു വരും. പിന്നെ ഞാൻ രാവിലെ ഇതിൽ ഒത്തിരി നടക്കും കേട്ടോ. ഇപ്പം പിന്നെ ആ മുറ്റത്ത് തന്നെ നിന്ന് നല്ല പ്രൈവസി ഉണ്ട്. അവിടെ നിന്ന് തന്നെ അത്യാവശ്യം എക്സസൈസ് ഒക്കെ ഞാൻ ചെയ്യും കേട്ടോ രാവിലെ ടൈമുകൾ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ദിവസം പോകുന്നത്. അപ്പൊ ശരി കൂട്ടുകാരെ, ഇനി അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. സ്ക്രീനിൽ കാണുന്ന എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഇപ്പൊ തന്നെ ഹായ് വിട്ടോളൂ. ഒത്തിരി പ്രൊഡക്റ്റുകളുണ്ട്, നിങ്ങൾക്ക് പ്രയോജനമുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ബ്യൂട്ടി, അതുപോലെ ഹെയർ ആക്സസറീസ്, എന്തൊക്കെ ഇല്ലാത്ത നല്ല നെക്ലേസുകള്, കമ്മലുകള്, പിന്നെ ഫുഡ് ഐറ്റംസ്, ചെടി എല്ലാം ഉണ്ടല്ലോ, ഡ്രസ്സ് എല്ലാം ഉണ്ടല്ലോ, ബ്യൂട്ടി ഐറ്റംസ്, പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എന്തായാലും ഒന്ന് വന്ന് നോക്കിക്കോളൂ. വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടോളൂ, അല്ലെങ്കിൽ കാറ്റലോഗ് കയറി നോക്കിക്കോളൂ കേട്ടോ. പിന്നെ എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്, ലൈക്കും ഷെയറും കമന്റും ഒക്കെ വേണം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ റിലേറ്റീവ്സിനും എന്തായാലും നമ്മുടെ കസ്തൂരി മഞ്ഞളിനെ കുറിച്ചും ബ്യൂട്ടി ഓയിലിനെ കുറിച്ചൊക്കെ പറയണം കേട്ടോ. അപ്പൊ ശരി, ടാറ്റാ, ഗുഡ് നൈറ്റ്. ഇത് നമ്മുടെ കാറ്റ്സ്ക്ലോ കയറി കിടക്കുന്നതാണ്. ഇതിന്റെ തൈകൾ നമ്മളിപ്പോ സെയിലുണ്ട് കേട്ടോ. ഇതിങ്ങനെ മരത്തേലേക്കൊന്നും കയറ്റി വിടണ്ട, ഓടയിലേക്ക് കയറ്റി വിടുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അത്ര ഭംഗിയാണ് ഇതിന്റെ പൂക്കള്, നല്ല രസമാണ്. അപ്പൊ കാറ്റ്സ്ക്ലോ എന്തായാലും മേടിച്ചോട്ടോളൂ. ഇതുപോലെ നല്ല രസമാണ്. അപ്പൊ കാറ്റ്സ്ക്ലോ എന്തായാലും മേടിച്ചോട്ടോളൂ. ഇതുപോലെ റിംഗൂൺ ക്രീപ്പറും ഒത്തിരി ക്രീപ്പർ പ്ലാന്റുകളുണ്ട്, അതുകൊണ്ട് മേടിച്ചോട്ടോളൂ. അടിപൊളിയാണ് കേട്ടോ. അപ്പൊ ശരി, നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.